ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം എങ്ങനെ നമുക്ക് കൂട്ടാം എന്നുള്ളതാണ്. അപ്പോൾ ആത്മവിശ്വാസം മെയിനായിട്ട് കൂട്ടാൻ പറ്റുന്നത് അല്ലെങ്കിൽ എളുപ്പത്തിൽ കൂട്ടാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെങ്ത്സ്, അതായത് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് അല്ലെങ്കിൽ നമുക്ക് ഉള്ള ടാലൻസ്, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഏരിയാസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്കും അങ്ങനത്തെ ഒരു കഴിവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫീൽഡിൽ സ്കില്ല് കാണും. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ആക്ടിവിറ്റി തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ആ ആക്ടിവിറ്റിയിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ ആ ഫീൽഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ അച്ചീവ്മെൻറ്റ്സ് കിട്ടും. ഒരു ട്രോഫിയോ അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂൾ ലെവലിലോ കോളേജ് ലെവലിലോ അല്ലെങ്കിൽ ഈവൻ ഓഫീസ് ജോബ്സിലോ ആ ഏരിയാസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. മറ്റാൾക്കാർ അത് കണ്ടിട്ട് നിങ്ങൾക്ക് കോംപ്ലിമെൻറ്റ്സ് തരും. നിങ്ങൾക്ക് തന്നെ ഒരു ആത്മവിശ്വാസം കൂടും. എന്നെ കൊണ്ട് ഇതിന് പറ്റും, അല്ലെങ്കിൽ ഈ ഏരിയയിൽ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നൊക്കെ സ്വയം അതിൻ്റെ എവിഡൻസ് കാണുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കോൺഫിഡൻസ് ഒരുപാട് കൂടും. അതിനോടൊപ്പം തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളെ എൻകറേജ് ചെയ്യുന്ന ആൾക്കാരോട് മാത്രം സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ തന്നെ നിങ്ങളെ ഇപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യാൻ നോക്കുമ്പോൾ നെഗറ്റീവായിട്ട് പറയാതെ, ഇപ്പോൾ അതിൽ ഫെയിലായി അല്ലെങ്കിൽ അതിലൊരു ചാലഞ്ച് വന്നു, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോട് തന്നെ സെൽഫ് ക്രിട്ടിസൈസ് ചെയ്യാതെ, നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കാതെ, അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് നെഗറ്റീവ് സെൽഫ് ടോക്ക് പറയാതെ, അത് അപ്പോൾ തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇല്ല, ഇത് ഒരു ചാലഞ്ചാണ്, അല്ലെങ്കിൽ ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്, അധികം പ്രാക്ടീസ് ഉള്ള കാര്യമല്ല, ബട്ട് പ്രാക്ടീസ് ഞാനിത് പഠിച്ചെടുക്കും എന്ന് അതിനെ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന സെൽഫ് ടോക്ക് പോസിറ്റീവ് ആയിരിക്കണം എന്നുള്ളത്. നമുക്ക് കോൺഫിഡൻസ് എപ്പോഴും റിപ്പീറ്റഡ് ആക്ഷനിലൂടെ വരുത്താം. ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പ്രസൻറ്റേഷൻ ചെയ്യണം, നിങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യാവുന്നത് നിങ്ങൾക്ക് വീട്ടിൽ അത് ഒരുപാട് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ ഒരു ദിവസം ഇന്ന ദിവസം നിങ്ങൾക്ക് പ്രസൻറ്റേഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് നേരത്തെ അറിയാം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 വീക്കോ അല്ലെങ്കിൽ 1 മന്ത് ബാക്ക് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എളുപ്പമുള്ള ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് എളുപ്പത്തിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ചൂസ് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പിക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് മിററിൻ്റെ ഫ്രണ്ടിൽ പ്രാക്ടീസ് വിഷ്വലൈസ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾ എങ്ങനെയാണോ നിന്ന് പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസൈർഡ് ആയിട്ടുള്ള റിസൾട്ട് ബാക്കിയുള്ളവരെ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു, കൺഗ്രാജുലേഷൻസ് പറയുന്നു, അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി മൈൻഡിൽ വിഷ്വലൈസ് ചെയ്യാം. അങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് കണ്ട് ആ രീതിയിൽ പെർഫോം ചെയ്യാം. പിന്നെ ഒരു പ്രസൻറ്റേഷൻ ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരുടെയും ആദ്യത്തെ പ്രാവശ്യം തന്നെ എല്ലാവരുടെയും ഫേസിൽ നോക്കണം എന്നില്ല. ഒരു ന്യൂട്രൽ പോയിന്റിൽ നോക്കി, ഏറ്റവും ബാക്കിൽ നോക്കിയിട്ട് സംസാരിക്കാം. ആദ്യത്തെ ഒരു 1-2 പ്രാവശ്യം ആ ഒരു കോൺഫിഡൻസ് ജസ്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ആൾക്കാരുടെ ഫേസിൽ നോക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു പേടിയൊക്കെ തോന്നും. ഓൺലൈൻ കൗൺസിലിങ്ങിന് താല്പര്യമുള്ളവർ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് ഡീറ്റെയിൽസ്. താങ്ക് യു ഫോർ വാച്ചിങ്.